നമസ്കാരം, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. കേരള അസോസിയേഷൻ ഓഫ് ക്യാൻസർ സിറ്റി ഈ വീഡിയോയിലൂടെ നമ്മുടെ പർപ്പസ് എന്താണെന്നും ആ പർപ്പസിനോട് അലൈൻഡ് ആയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ വർഷം ചെയ്തതെന്നും ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം ഇവിടെയുള്ള മലയാളികൾക്ക് ഒത്തുചേരാനും അവരുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യാനുള്ളതാണ്. ഈ എക്കോസിസ്റ്റത്തിൽ ഇവിടുത്തെ മലയാളി സമൂഹത്തിന്റെ സഹകരണം കാരണമാണ് നമുക്ക് ഈ വർഷം ഇവിടെ കുറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റിയത്. So when you watch this video, be proud of what we achieved together. Thank you. ഈ വർഷത്തെ KKCയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഒരു കൂട്ടം ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഈ സബ് കമ്മ്യൂണിറ്റികളുടെ അകമഴിഞ്ഞ സഹായ സഹകരണം ഉള്ളതുകൊണ്ടാണ് ഈ വർഷത്തെ പല പ്രോഗ്രാമുകളും നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്ത വഴി അവർക്ക് ലഭിച്ച എക്സ്പീരിയൻസും കണക്റ്റും എങ്ങനെയാണ് KKC ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും വർക്ക് ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയും. ഇത് കാരണം അവർക്ക് വരും വർഷങ്ങളിൽ KKCയുടെ കൂടുതൽ ചേർന്ന് വർക്ക് ചെയ്യാനും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. സോ വോളണ്ടിയറിംഗ് കമ്മിറ്റി, എ ബിഗ് സല്യൂട്ട് യു. നമ്മുടെ ഈ പരിപാടികളൊക്കെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഗോൾ. അപ്പോൾ അതിനുള്ള കണ്ടന്റും ഇപ്പോൾ നമ്മുടെ ആൾക്കാരുടെ പെർഫോമൻസസ് ആണെങ്കിലും അച്ചീവ്മെന്റ്സ് ആണെങ്കിലും നമ്മുടെ പ്രോഗ്രാംസിന്റെ ഒക്കെ പ്രോമോ വീഡിയോസ്, ടീസേഴ്സ്, ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളതും ഷെയർ ചെയ്ത് തന്നിട്ടുള്ളതും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെയായിരുന്നു. അപ്പം നമ്മുടെ പ്രോഗ്രാംസിന്റെ ഒക്കെ റീച്ച് കൂട്ടാനും അതിലൊരു ക്യൂരിയോസിറ്റി, ഇൻട്രസ്റ്റ് ഒക്കെ ജനറേറ്റ് ചെയ്യാനും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻഫോം, എഡ്യൂക്കേറ്റ്, എന്റർടൈൻ അങ്ങനെയുള്ള 3 ഗോൾസ് നമ്മുടെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ അത് ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ വർഷം. സോ താങ്ക് യു ഓൾ ഫോർ ദാറ്റ്. നമ്മുടെ KKC എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പുതിയ ഇനീഷ്യേറ്റീവായ അഡ്വൈസറി ബോർഡിനെ പറ്റി സംസാരിക്കാം. Advisory board was formed to provide advice, support, strategic direction and resources which can be leveraged by the executive committee for any of the events. This initiative is expected to bring the community further together while ensuring efficient flow of knowledge to guide the future executive committee. Another thing that we did to increase our community involvement is to collaborate with the ecumenical group of Kansas City. Our organization relies so much on the sponsors to meet our rising operational costs, and we cannot thank them enough for their wholehearted support for our cause. Finally, we would love to give a huge shout out to all of the senior members within our community for all their support and guidance over the years for all of our events. നമ്മുടെ കുട്ടികളിലേക്ക് നമ്മുടെ ഭാഷ, സംസ്കാരം, ട്രഡീഷൻ ഇതൊക്കെ എത്തിക്കുക എന്നുള്ളത് എല്ലാ കമ്മിറ്റികളുടെയും ഉത്തരവാദിത്തം എന്നതുപോലെ തന്നെ KKC 2024 മെയിൻ ഉത്തരവാദിത്തം ഒന്നായിരുന്നു. കേരള പിറവിയോടനുബന്ധിച്ച് നമ്മളൊരു മലയാളം വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു, കളിയും ചിരിയും എന്ന പേരിൽ. അതിലൂടെ കുട്ടികളിലേക്ക് മലയാള ഭാഷയും അതേപോലെ നമ്മൾ കളിച്ച നാടൻ കളികൾ പരിചയപ്പെടുത്താനും സാധിച്ചു. ഇതുപോലെ കുട്ടികൾക്കായി ഒരു സയൻസ് വർക്ക്ഷോപ്പും നടത്തിയിരുന്നു. ഇതുവഴി കുട്ടികളിൽ നിന്നും ഫാമിലീസിലേക്ക് ഈ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. നമ്മുടെ കുട്ടികളിലേക്ക് നമ്മുടെ ഭാഷ, സംസ്കാരം എത്തിക്കുക എന്നത് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. നമ്മുടെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് ഒരു കണക്ട് ബിൽഡ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കോമൺ തീംസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സ്പോർട്സ്, ഫുഡ് ഇതൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഇവന്റ്സ് പ്ലാൻ ചെയ്തത്. ഇപ്പം നമ്മൾ തട്ടുകട ചെയ്തു, 5K റൺ ഉണ്ടായിരുന്നു, നമുക്കൊരു റണ്ണിങ് ക്ലബ് ഉണ്ട്. അതുപോലെ നമ്മളൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് പ്ലാൻ ചെയ്തപ്പോൾ ഒരു മെൻസ് ഓൺലി ഇവന്റ് ആയിട്ട് പ്ലാൻ ചെയ്യാതെ നമ്മളൊരു വിമൻ ആൻഡ് കിഡ്സിനും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന ഒരു ഫൺ ഇവന്റ് ആയിട്ട് പ്ലാൻ ചെയ്തത്. സോ ദാറ്റ് ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഫാമിലീസ് ടു കം ടുഗദർ ആൻഡ് ബിൽഡ് ദാറ്റ് കണക്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ അകമഴിഞ്ഞ സഹകരണം കൊണ്ട് സമൂഹത്തിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ 2 പ്രൊജക്റ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിലെ ജനങ്ങൾക്ക് ധനസഹായം എത്തിക്കുന്നതിനായി നമ്മുടെ കമ്മ്യൂണിറ്റി ഉണർന്നു പ്രവർത്തിക്കുകയുണ്ടായി. 24 ന്യൂസിന്റെ എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പദ്ധതിയുമായി സഹകരിച്ചാണ് നമ്മൾ ധനസഹായം എത്തിച്ചത്. നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു മാതൃകയാണെന്ന് 24 ന്യൂസ് പറയുകയുണ്ടായി. അമേരിക്കൻ മലയാളികളുടെ ആ നല്ല മനസ്സിനെ അഭിനന്ദിക്കുന്നു. ഇത്തരത്തിൽ നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ വീണ്ടും ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടെ. അതുപോലെ തന്നെ ഇടുക്കിയിലെ സ്നേഹി ഭവൻ ട്രൈബൽ ഹോസ്റ്റലിൽ വെള്ളം എത്തിക്കാനുള്ള വാട്ടർ പമ്പ് പ്രൊജക്റ്റും നമ്മൾ ഈ വർഷം ചെയ്തു. വരും വർഷങ്ങളിലും ഇതുപോലെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ലെറ്റ്സ് മേക്ക് ദിസ് വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലിവ്.